ഹായ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് മേത്തി ലീവ്സ് കൊണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പൈസി ദോശയാണ്. ഈ ദോശ സാധാരണ ദോശ ഉണ്ടാക്കുന്ന മാതിരിയല്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. മേത്തി ലീഫിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെ ചേരുവകൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടി, പിന്നെ സവാള, ചുവന്നമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, പിന്നെ മേത്തി ലീവ്സും കുറച്ച് എള്ളുമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തേങ്ങയും ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് കോക്കനട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമുക്ക് അരിപ്പൊടി എടുക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു സവാളയുടെ പകുതിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള ചുവന്ന മുളകും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് എള്ളാണ്. കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എള്ള് കുറച്ച് ചേർക്കുക. അതിനുശേഷം നമ്മുടെ ഉലുവച്ചീര ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ചേർക്കേണ്ടത് അതിലേക്ക് പുളിയുടെ പേസ്റ്റ് ആണ്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇതുപോലെ ഞാനിപ്പോൾ മദേഴ്സിൻ്റെ താമറൈഡ് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ വാളംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ തിക്കായിട്ടുള്ള പേസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് പുളിയുടെ പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇത് ചേർക്കുമ്പോൾ. ഒരു 1/2 kg മാവിന് ഒരു 1/4 സ്പൂൺ പുളി പേസ്റ്റ് ചേർത്താൽ മതി. ഇനി ദോശക്കല്ല് ചൂടാകുമ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ച് പരത്തി കൊടുക്കുക. അതിലേക്ക് നെയ്യോ ബട്ടറോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലെണ്ണയാണ് ഇതിന് നല്ല ടേസ്റ്റ്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ വേറെന്തെങ്കിലും യൂസ് ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്, വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.